മൾട്ടിപ്പിൾ ആൻസേഴ്സ്. ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞാൻ പറഞ്ഞു ശരിയായി. ഇതിന്റെ വിശദീകരണം മാത്രം ഒരു എപ്പിസോഡുകളെ സമയമില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നന്നായിട്ട് കളിച്ചു കേട്ടോ. ഒന്നിൽ കൂടുതൽ ഉത്തരവുണ്ട്. ഏറ്റവും കൂടുതൽ ശരിയായിട്ടുള്ള ഉത്തരം പറയുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക്. വേറെ ഉത്തരങ്ങൾ പറയുന്നവർക്ക് മാർക്കുണ്ട്. മനസ്സിൽ ഒരു ഉത്തരം കൂടെ കണ്ടുപിടിക്കുക. ആ ഉത്തരം വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വേറെ ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതിൽ ആരാണ് ആദ്യം പറയുന്നതെന്ന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് നിങ്ങളിൽ ആരാണ് ഇത് ആദ്യം പറയാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കുന്നത് ഞാനല്ല, പുരുഷുമാണ്. പുരുഷു ആരാണ് നിങ്ങൾക്ക് അറിയാമോ? പണ്ട് പട്ടാളത്തിലായിരുന്നു, ഇപ്പോൾ ഇവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് വേണം അതിരിക്കും. നിങ്ങൾ 4 പേരും തൊഴുത് അങ്ങോട്ട് നോക്കിയിട്ട് പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് ഒന്നിച്ച് പറയൂ. ഈ അക്ഷരങ്ങൾ തിരിഞ്ഞു വന്നാൽ അതിന് പുറകിൽ നിങ്ങളുടെ ചാൻസ് ആണുള്ളത്. ഇതിലിപ്പോൾ ഇതിന്റെ ഒരു സെലക്ഷന് വലിയ കാര്യമാത്ര പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് 3 സ്ത്രീകളും ഒരു പുരുഷനുമായതുകൊണ്ട് ജെൻസ് ഫസ്റ്റ് എന്ന് ഞാൻ തീരുമാനിക്കുന്നു. മോനെ, ഒരു അക്ഷരം തിരഞ്ഞെടുക്കൂ. സി മറയട്ടെ. 4ാമത് പറയാനുള്ള അവസരമാണ് സി കാരന് കിട്ടിയിരിക്കുന്നത്. പി.ടി. ഉഷ പറയൂ. എ മറയട്ടെ. 1ാമത് പറയാനുള്ള അവസരം കിട്ടി. പറയൂ. 2ാമത് പറയാനുള്ള അവസരം കിട്ടി. സ്വാഭാവികമായിട്ടും 4ാമതാണ്. എങ്കിലും ഡി എന്നൊന്ന് പറഞ്ഞേക്ക്. അനു, നിങ്ങളോടുള്ള എന്റെ ആദ്യത്തെ ചോദ്യം 4 പേരോടും കൂടെയുള്ള ചോദ്യമാണ്. എന്തിന്റെ വില വർധനവാണ് കുടുംബ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത്? ഏതാ? തയ്യൽ മെഷീനാ? അല്ല. പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോ പച്ചക്കറികളുടെ വില വർധന. പച്ചക്കറികൾ എന്ന് പറഞ്ഞാല് അതിന്റെ പേര് ഒരു മിനിറ്റ്. സ്റ്റേഷൻ അല്ല, സോറി പല ഭക്ഷണ സാധനങ്ങൾ പച്ചക്കറി ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ. ചപ്പാത്തി, പൊറോട്ട മാവ്, പച്ചക്കറി, അതേപോലെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, എല്ലാത്തിനും പച്ചക്കറി, പലചരക്ക് സാധനങ്ങൾ, അതായത് ഭക്ഷണ സാധനങ്ങളാണ് പ്രധാനം അല്ലെ? അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അതിനകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഭക്ഷണം 27%. നന്ദിനി, അടുത്തതാരാണ് പറയേണ്ടത്? സ്വാതി സംഗീതമാലപിക്കും. സ്വാതി പറയൂ, എന്തിന്റെ വില വർധനവാണ് കുടുംബ ബഡ്ജറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? കറണ്ട് ബില്ല് കൂടിയാലും ഇലക്ട്രിസിറ്റി ബില്ല് വലിയ പ്രശ്നമാണ്. നോക്കാം, അതിലുണ്ടോ നോക്കാം. വൈദ്യുതി ഉണ്ടോ നോക്കാം. 22% കറണ്ട് ബില്ല് കൂടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പറയൂ. ഫോൺ ബില്ല്. കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നത് ഫോൺ ബില്ലാണ് അല്ലേ? അങ്ങനെ ഒന്നുണ്ടോ നമുക്ക് നോക്കാം. ഏതായിരുന്നു നിങ്ങൾ പഠിച്ച കോളേജ് എന്ന് പറഞ്ഞത്? ഒന്നിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് തുടക്കത്തിൽ തന്നെ. ഉണ്ണിയെ കണ്ടാൽ അറിയാം പഞ്ഞം. ടെലിഫോൺ ബില്ല് കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്നു അല്ലേ? അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ടെലിഫോൺ ബില്ല് തന്നെയാണ്. ഇന്നത്തെ കാലത്തോ? കഴിഞ്ഞാൽ അത് കുടുംബ ബഡ്ജറ്റിനെ അല്ല, ഒരാളെ ബാധിക്കും. അല്ലെ ചിലപ്പോൾ ഫോൺ ഒരുപാട് വെച്ച് കുടുംബത്തെ ബാധിക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഫോണും കൊണ്ട് അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 1000 രൂപ ബില്ല് വരുമായിരിക്കും. പോട്ടെ, അടുത്ത ആള്. ചിന്തക, ഇതിന്റെ ഡ്രസ്, വസ്ത്രങ്ങൾ നമുക്ക് നോക്കാം. 10% പേര് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിയും ഡിയും നമുക്ക് വെറുതെ ഒന്ന് തുറന്നു നോക്കാം. എന്തായിരുന്നു ആളുകൾ പറഞ്ഞത്? ഞങ്ങള് പൊതുജനങ്ങൾക്കിടയിൽ സർവേ നടത്തിയതാണ് കേട്ടോ, വെറുതെ എനിക്ക് വായി തോന്നി പറയണല്ല. ഓപ്പൺ ബി. പെട്രോൾ ഡീസൽ വില വർധനവ് കുടുംബത്തിനെ ബാധിക്കും. ഇതിന്റെ വില എല്ലാത്തിനെയും ബാധിക്കുന്ന ഒന്നാണ്. ഓപ്പൺ ഡി. മരുന്നുകൾ, ചികിത്സ, അതിന് വില വർദ്ധിച്ചാൽ പിള്ളേർക്ക് പനി വന്നാൽ 10,000 രൂപ നമ്മുടെ വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ നിങ്ങളിൽ ആരാണ് ഉത്തരം പറയേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ പുരുഷയിലേക്ക് പോവുകയാണ്. കൈതൊഴുതോളൂ, പുരുഷനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞോളൂ. ഓക്കെ, തുറന്നോളൂ. ഇത്തവണ 4ാം സ്ഥാനം കിട്ടിയാൽ ആദ്യം തുറന്നോളൂ. ബി നോക്കട്ടെ. നേരത്തെ ഇതാണ്. അടുത്ത ആള്. 3ാമത് പറയാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു. എ 4ാം തവണയായിട്ട് പറയുന്നു. ഡി 2ാമതായിട്ട് വരുന്നു. മോനെ റെഡിയാണല്ലോ? പിന്നെ മലയാളിയെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആക്കിയിട്ടുള്ള ഒരു ചോദ്യമാണിത്.
മലയാളി ഒരുപാട് കാലം ശാസ്ത്രജ്ഞന്മാർ തലപുകഞ്ഞ് ആലോചിച്ചിട്ടും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒരു ചോദ്യമാണിത്. പുട്ടിന് ഏറ്റവും നല്ല കൂട്ട് എന്താണ്? കറിയാണോ? കറിയാണോ? കറിയല്ല, പുട്ടിന് ഏറ്റവും നല്ല കൂട്ടുള്ള ഷർട്ട് അല്ല. പുട്ടിന്റെ കൂട്ടത്തിൽ കറി അല്ല. ആ ഏത് കറിയാണ്? അതാണ് പുട്ടിന് ഏറ്റവും നല്ല. എന്ത് കൂട്ടി കഴിക്കാനാണ് പുട്ടിന് ഏറ്റവും ബെസ്റ്റ്? കടല. കടല. എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കട്ടെ. കടല 25%. കടല കൂട്ടി കഴിച്ചിട്ടുണ്ടോ പുട്ട്? പിന്നെ എന്തല്ലേ അതിന്റെ ഒരു പറഞ്ഞപ്പോ ചുമ്മാ വിശന്നു പോയി. ഒരാവശ്യമില്ലായിരുന്നു പുട്ടിന്റെ ചോദ്യമൊക്കെ ഇതിനകത്ത് കൊണ്ട് വെക്കേണ്ടത്. അടുത്ത ആൾ പപ്പടം. ഓക്കെ, നോക്കട്ടെ ഉണ്ടോന്ന്. നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ പുട്ടിന്റെ കൂടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ പൊതുജനങ്ങളുടെ അടുത്ത് ചോദിച്ചവരിൽ മറ്റു പലരും ഇതിലും നല്ല ഓപ്ഷൻസ്. പപ്പടം നല്ല ടേസ്റ്റ് ആണ്. പുട്ടിന്റെ കൂടെ എന്തിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്? നല്ല ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുട്ടിന്റെ കൂടെ, കാരണം പപ്പടം കഴിച്ചു എന്ന് ഓർത്ത് രുചിക്ക് വ്യത്യാസം വരുന്നില്ല. എന്തെങ്കിലും ഒരു മുളക് പൊടി, മല്ലിപ്പൊടി, കടുകൊക്കെ താളിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വന്നാലല്ലേ ടേസ്റ്റ് വ്യത്യാസം വരുള്ളൂ. പപ്പടം പുട്ടിനൊരു അലങ്കാരമാണ്. അടുത്ത ആള് പഴം. പഴം 18% പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതാണ്? മീൻകറി. മീൻകറി 19% പേര്. പ്രാസം ഒപ്പിച്ച് നിങ്ങൾക്ക് ആർക്കിലൊക്കെ പുട്ടും മുട്ടക്കറി എന്നൊക്കെ പറയായിരുന്നില്ലേ? പുട്ടും മുട്ടയും പൊട്ടാ തെട്ട് മുട്ടയും തട്ട് ഇട്ടാവട്ടത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? നോക്കട്ടെ ഉണ്ടോ നോക്കട്ടെ. ബി തുറക്കൂ. മുട്ടക്കറി 21%. എന്നിട്ട് ആരാ മീൻകറി പറഞ്ഞത്? ഈ തുറക്കൂ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് വരികയാണ്. ഈ ചോദ്യത്തിൽ ആരാണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയാനുള്ള പുരുഷന്റെ അവസ്ഥ വരികയാണ്. പ്രാർത്ഥിച്ചോളൂ. 1 2 3. ഓക്കെ, വരട്ടെ പുരുഷു. ഇത്തവണ ആദ്യം തുറക്കാനുള്ളത് സി തുറക്കൂ. ഇനി ഓപ്പൺ എ. മൂന്നാമത് പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. 3 എന്നെ കാര്യമായിട്ട് അനുഗ്രഹിച്ചേക്കുന്നത് 3 പ്രാവശ്യവും 3 ആയിരുന്നു. 3 പ്രാവശ്യം 3 ആയിരുന്നോ? വേണ്ട, അതെന്തോ 3-ന് എന്തോ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ്. മോനെ അടുത്ത് തുറന്നു. 2. പുരുഷു ബി. 4 സാധനം. അപ്പോൾ ഇത്തവണ നമ്മുടെ ചോദ്യങ്ങൾക്ക് റെഡിയായി നിന്നോളൂ. അപ്പം ചോദ്യത്തിലേക്ക് കിടക്കാൻ റെഡിയാണല്ലോ. മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വളർത്തുമൃഗം ഏതാണ്? തത്തമൃഗം. തത്തമൃഗം. സോറി പറയാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. സോറി പറയാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. കഴിഞ്ഞു. തത്തമ്മ അവിടെ ഉണ്ടോ നമുക്ക് നോക്കട്ടെ. ആഹാ, അതും ഏറ്റവും അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ പിള്ളേർ തത്താന്നേ പറയുള്ളൂ. തത്തമ്മ എന്ന് പറയത്തില്ല. 5 വയസ്സ് വരെ മാമുണ്ടാന്ന് പറയും. 5 വയസ്സ് കഴിഞ്ഞാൽ ചോറുണ്ടാന്ന് പറയും. 5 വയസ്സ് വരെ അമ്പിളി അമ്മാവൻ എന്ന് പറയും. പിന്നെ ചന്ദ്രൻ എന്നേ പറയുള്ളൂ. ഒരു കാലികമായ ഡെവലപ്മെന്റ് കാണിക്കണ്ടേ? തത്തമ്മ എന്നൊക്കെ ചാടിക്കയറി പറഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ പറ്റുള്ളൂ. തോറ്റു പോകും. അടുത്തത് പറയേണ്ടത് ആരാണ്? നന്ദിനി. വിഷ്ണു പറയൂ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വളർത്തുമൃഗം ഏതാണ് മലയാളിക്ക്? നായ. നോക്കട്ടെ. നായ 26% പേര് നായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആൾ ആരാണ്? 3-ാം സ്ഥാനക്കാരി പൂച്ച. ആഹാ, പൂച്ചയുണ്ട്. ആട്. 19% പേര്. എയും ഡിയും ഒന്നും പറഞ്ഞിട്ടില്ല. നീ നോക്കട്ടെ എത്രയാന്നുള്ളത്. ഒന്ന് തുറന്നു നോക്കട്ടെ. തുറക്കൂ. പശു 27% പേര് പറഞ്ഞു. വളർത്തുന്ന മൃഗം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പട്ടിയോ പൂച്ചയൊക്കെ ആയേനെ. കാരണം ഇപ്പൊ പലർക്കും ഫ്ലാറ്റുകളിലും ടൗൺ ഏരിയയിലൊന്നും പശുവിനെ വളർത്താൻ സൗകര്യമില്ല. ചോദ്യം മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വളർത്തുമൃഗമാണ്. അത് പശുവായിരുന്നു. ഡി നോക്കട്ടെ. ഇനി ഡി അതിന് മേളിൽ വല്ലതാണോന്ന് അറിയത്തില്ലല്ലോ. ആന 15%. ശരിയാ, പശുവിനേക്കാളും വലിപ്പമുണ്ട്. പക്ഷെ ശതമാനത്തിൽ താഴെ പോയി. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തിനെങ്കിലും വളർത്തുന്നുണ്ടോ? എന്താ? ആടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആടെന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം നായ എന്ന് പറയുന്ന വിചാരിച്ചാണ്. നായ പറഞ്ഞു.
പിന്നെ പൂച്ച പറഞ്ഞു, പിന്നെ എന്റെ സ്വന്തം ആടല്ലേ ഉള്ളൂ. അല്ല, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവന്റെ വീട്ടിൽ തത്ത ഉണ്ടായിരുന്നു. ഈ തത്തേനെ പാല് കൊണ്ടിരുന്ന പയ്യൻ പട്ടീന്ന് പഠിപ്പിച്ചു. പട്ടീന്ന് പഠിപ്പിച്ചുകൂടി ഇതിന്റെ ഓണർ രാവിലെ കുളിച്ച് പല്ലേച്ച് വരുമ്പോ പട്ടി എന്ന് വിളിക്കും. സ്ഥിരം തത്ത പട്ടീന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു ഇത് രക്ഷയില്ല, ഭയങ്കര നാണക്കേടായി. പട്ടി ഈ തത്ത എപ്പോൾ ഞാൻ മുറ്റത്തേക്ക് അറിയാലും പട്ടീന്ന് വിളിക്കും, എനിക്ക് ഭയങ്കര നാണക്കേടാ, ഞാൻ എന്നെ കൊല്ലാൻ പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് സെന്റിമെന്റ്സ് തുടങ്ങി. നമ്മൾ 3 വർഷം വളർത്തിയ തത്തയല്ലേ, അതിനെ എന്തിനാ കൊല്ലുന്നത്, അതിനെ തുറന്നു വിട്ടേക്കാം. അപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇവിടെ ഫ്രണ്ടിൽ തൂക്കിയിട്ടേക്കുന്നോണ്ടാണല്ലോ ഇറങ്ങി വരുമ്പോൾ രാവിലെ പട്ടീന്ന് വിളിക്കണേ, തുറന്നു വിട്ടേക്കാൻ പറഞ്ഞ്. അങ്ങനെ അയാൾ ഈ പട്ടിയോട് സഹിക്കാൻ പറ്റിയതിനെ തുറന്നു വിട്ട്. അതോടുകൂടി തത്ത പുറകെ നടന്ന് വിളിക്കാൻ തുടങ്ങി. ഇതാണ് വീട്ടിൽ മാത്രമേ ഉള്ളൂ. പുള്ളി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മരത്തിൽ വന്നിരുന്നത് ഇപ്പൊ തത്തേനെ പിടിക്കാൻ കിട്ടണമില്ല. തത്തയാണെങ്കിൽ പുറകെ നടന്ന് ഭയങ്കര തെരുവിളി, ആകെ പ്രശ്നമായി. ഡിക്ലെയർ ചെയ്യാം, നിങ്ങൾ ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ആർക്കാന്ന് നമുക്ക് ഇപ്പം അറിയാം. നീതു എസ് ഡാനിയൽ 31, വിഷ്ണുദേവ് KS 61, അനു 46, സ്വാതി രേണു 41. അപ്പോൾ ഇതിൽ ഒരാൾ ഔട്ടായിരിക്കുകയാണ്. അത് നീതു എസ് ഡാനിയൽ ആണ്. നീതു പറയാൻ തോന്നുന്നു ഇപ്പൊ? സന്തോഷം തോന്നുന്നു, ഈ ഒരു വേദിയിൽ എത്താൻ പറ്റിയതിൽ എന്താ പറയാ, ഭയങ്കര സന്തോഷം. നീതു എന്തോ കലാപരമായ കഴിവുകളുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞു. ആ പാട്ട് പാടും. ആ, എന്ത് പാട്ടാ പാടുന്നത്? മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരെ ദൂരം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ മധുവാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരെ മോഹം കൊണ്ട് തിരുവല്ലയിൽ നിന്നും ഇങ്ങ് ദൂരെയുള്ള ഈ തീരം തേടി വന്നു. പക്ഷെ തീരത്തുനിന്ന് മുത്തും കിപ്പിയൊന്നും അധികം കിട്ടിയില്ല. എന്നാലും ഒന്നും കിട്ടാതെ പോകേണ്ട ആവശ്യവുമില്ല. അതല്ല ഒരു ആഗ്രഹം ഉള്ളത്, വേറൊന്നുമില്ല. ഈ കണ്ടസ്റ്റൻസിനൊപ്പം ഈ വേദിയിൽ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കും. അപ്പൊ തൽക്കാലം സമ്മാനങ്ങൾ എടുത്തോണ്ട് ഒരു ആഗ്രഹം സാധിച്ചു തരും കേട്ടോ. ഞാനാണ് പറയുന്നത്. നീതു വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. ഇതുവരെ അങ്ങനെ അധികമൊന്നും ആരും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ പറ്റില്ല. അപ്പൊ സാധാരണ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേ പുറത്തേക്ക് പോയി തിരുവല്ല വരെ പോകേണ്ടി വരും. പക്ഷെ ഡാൻസ് ഉള്ളതുകൊണ്ട് നീതു എങ്ങോട്ടാ പോകേണ്ടത്? ഞങ്ങളുടെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ പോയിട്ട് ഒരു നല്ലൊരു കസേര നോക്കി കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുക. കാരണം നീതുവിന് ഇവര് തോക്കുന്നത് കാണുമ്പോൾ ഒരു ഉൾക്കുളിരുണ്ടാവും. അത് ഡാൻസിനെ കൂടുതൽ സഹായിക്കും കേട്ടോ. ചെന്നു ചെന്നു.